ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരോടും ചേർന്നിട്ട് നന്ദി റെസ്റ്റോറൻറ്റിലേക്ക് പോകുകയാണ്. കുറേ റിവ്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ടാൽ മാത്രം പോരല്ലോ, അത് നമ്മുടെ ലൈഫിലൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തോന്നുന്നു. ചെന്ന് കയറിയത് ഏകദേശം ഒരു വൈകുന്നേരം ടൈമായിരുന്നു. ട്രെയിൻസ് ഒക്കെ ഡിലേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയി എത്തിയത്. എന്നാലും സാരമില്ല, ഫുഡ് കഴിക്കാലോ, അത് തന്നെ വലിയ കാര്യം. ആ ഒരു വിശപ്പിനകത്ത് ആ കട മൊത്തം മേടിക്കണം എന്ന് മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിലും പൈസ അങ്ങോട്ട് അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്നങ്ങ് വെച്ചു. ഞാൻ വേറൊരു സത്യം നിങ്ങളോട് പറയാം. ഇപ്പോൾ ജർമ്മനി എന്നല്ല, ഈ കേരളത്തിൽ നിന്ന് മാറി ഒരു പ്രവാസിയാകുന്ന ഓരോ മലയാളിയും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ ഫുഡ്സ് എന്ന് പറയുന്നത്. പുറത്ത് രാജ്യത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും, എന്നാൽ തന്നെയും ഭയങ്കര വിലയായിരിക്കും. ചിലപ്പോൾ നമ്മൾ നല്ല വില കൊടുത്താൽ തന്നെ നാളെ ആ ഒരു ടേസ്റ്റിൽ ഇവിടെ കിട്ടാമെന്ന് ഇല്ല. പക്ഷേ നന്ദി റെസ്റ്റോറൻറ്റ് വന്നതിന് ശേഷം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം എന്താണെന്നറിയോ? അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ ആ കൊടുത്ത പൈസയ്ക്കുള്ള സാധനം ഉണ്ട്. അത് ആ കൊടുത്ത പൈസ ദാറ്റ്സ് വർത്ത് ഇറ്റ്. അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. എനിക്കെന്നല്ല കേട്ടോ, കൂടെ വന്ന ഓരോരുത്തർക്കും നന്ദി റെസ്റ്റോറൻറ്റിൽ ഓരോ ഐറ്റംസിനെ പറ്റിയിട്ട് ഓരോ കഥകൾ പറയാനുണ്ടായിരുന്നു. ഒന്നിന് മെച്ചമായിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സോ വി ആർ വെരി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് നന്ദി റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ഹാപ്പി ആയി. എന്താ പറയുക, മനസ്സും നിറഞ്ഞു കൽബും നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ ഡോട്ട്മുണ്ടിൻ്റെ ആ ഒരു സ്ട്രീറ്റ്സിൽ കൂടെ ഒക്കെ ഒന്ന് നടന്നു നോക്കി. ഞാൻ എപ്പോഴാണ് പെട്ടെന്ന് ഇന്ത്യയിലെത്തിയെന്നൊന്നും ഒരു നിമിഷം ചിന്തിച്ചു പോയി. കാരണം കുറേ ഇന്ത്യയെ പ്രതികരിക്കുന്ന കടകൾ അവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. കൂട്ടത്തിൽ നമ്മുടെ മഞ്ജു ചേച്ചിയുടെ അഡ്വർടൈസ്മെൻറ്റും കണ്ടു. അതുകൂടെ കണ്ടപ്പോൾ മൊത്ത സംതൃപ്തിയായി. ഡോട്ട്മുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം മാത്രം ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ മനോഹാരിതയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും കുളിർമയായിരുന്നു കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ന്യൂയോർക്കറിലേക്കായിരുന്നു കേട്ടോ. പേഴ്സണലി ഒന്നും മേടിക്കാനില്ലെങ്കിലും ഇങ്ങനെയുള്ള വലിയ വലിയ കടകളിലൊക്കെ കയറി തുണികളൊക്കെ കണ്ട് എല്ലാം ചിലതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സുഖം, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയോ. സ്റ്റിൽ പൈസയില്ലല്ലോ, കാശ് വേണ്ടേ സാറേ. അങ്ങനെ ഞങ്ങൾ അവിടെയും കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ ചെന്നിട്ട് അവിടുത്തെ 2 കണ്ണാടിയൊക്കെ വെച്ച് 2 ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അപ്പോഴേക്ക് തന്നെ ഞങ്ങൾക്ക് പോകേണ്ട ടൈമായി. എന്തുവാണെങ്കിലും ഞങ്ങളുടെ ലൈഫിൽ അടുത്തൊരു മെമ്മറബിൾ ആയിട്ടുള്ള ചാപ്റ്ററൂടെ ഇവിടെ ക്ലോസ് ആയി. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.